ഹലോ നമസ്കാരമുണ്ട് എൻ്റെ പൊന്നു ചങ്ങായിമാരെ. ഇന്നലെ ഒരു അബദ്ധം പറ്റി. ഇന്നലെ പേട്ടത്തുള്ളുന്നവരെ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും വേണ്ടി ഞാൻ ഇപ്പോൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ 13 മണിക്കൂറാട്ടോ നമുക്ക് കിട്ടിയത്. ഒരു രക്ഷയല്ല. 50 മീറ്റർ ഇതവിടെ താഴെ തന്നെ ഞങ്ങൾ അവിടെ വീട്ടിൽ വെച്ചിട്ട് കാര്യങ്ങൾ സെറ്റാക്കിയത് അവിടെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രത്യേക സംഭവം കാണിച്ചു തരാം കേട്ടോ. കണ്ടോളൂ, എനിക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് ഇന്ന് വരെ. അതായത് ഈ ഉറക്കുയി എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഈ ഉറക്കുയിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ചരിത്രമൊന്നും ഞാൻ പറയില്ല, സാധനം ഞാൻ കാട്ടിത്തരാം. ഈ ഉറക്കുയി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു കുഴിയാണ്. എന്തായാലും വേണ്ടില്ല, ഞാൻ അതിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം പക്ക ഫോറസ്റ്റ്. എന്ത് രസമറിയോ, നല്ല തണുപ്പും ഈ വെയിലിൻ്റെ ചൂട് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. കാരണം കുറേ ആൾക്കാർ ഇതവിടെ വന്നിരുന്ന് കഥകളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അയ്യോ നൈസാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാൻ ടൈമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ അത് കാണിച്ചു തരാം കേട്ടോ. അതെ കേസാ, ഇതാണ് അങ്ങോട്ടുള്ള വഴി കേട്ടോ. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ കാണിച്ചു തന്നുള്ളൂ. ഇവരൊക്കെ അവിടെ പോയിട്ട് ഉറക്കുയി പോയിട്ട് വരുന്ന വഴിയാണ്. വെള്ളം കുറവാ വായു. പിന്നെ കഴിഞ്ഞല്ല മുമ്പത്തെ പ്രാവശ്യം ഇവിടെ പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടേനെ. ഇവിടെ നിന്ന് താഴ്ത്തോട്ടം ഉണ്ടാവും. കുറച്ച് മുമ്പ് ആനയുടെ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. സാധനം ഇറങ്ങാണ്ടൊക്കെ പഠിച്ചോണോ. അല്ല വിളിച്ചോ, വിളിക്കാണ്ടൊക്കെ പറ്റുമല്ലോ. ബുദ്ധിമുട്ടല്ലേ? അല്ല, കാരണം ഇവിടെ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. അയ്യോ നല്ല അപ്പോൾ ഗൈസ് നോക്കിയേ, എന്ത് മനോഹരമല്ലേ സ്ഥലം. വലിയ വെള്ളമൊന്നും നിങ്ങൾ കാണില്ല എന്ന് മിക്കവാറും ഞാനും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അത് നോക്കിയേ, ഇവിടെ തീരെ വെള്ളമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താ പറയുക, പ്രത്യേകം എന്താ അറിയോ? ഇപ്പം ഞാൻ കാട്ടിത്തരാവേ. എന്താ അയ്യോ, ഒരു ഗുഹ കണ്ടിട്ടോ ഗൈസ്. നോക്കിയേ, ഒരു ഉള്ളോട്ട് എന്തൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ അതൊന്നും നോക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ ഈ ഉറക്കുഴിയുടെ പ്രത്യേകത പറയാം. ഇതാണ് ഈ ഉറക്കുഴി എന്ന് പറഞ്ഞ സംഭവമാണിത്. എവിടെ ഇത് കണ്ട നോക്കിയേ, ഇതാണ് ഉറക്കുഴി എന്ന് പറഞ്ഞത്. ചെറിയൊരു റൗണ്ടിൽ മാത്രമാണ് ഇത് സംഭവമുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വണ്ണമുള്ളതും തടിയുള്ളതും ആക്കിയോട്ടെ മനുഷ്യന്മാരിതാ ഇതിനകത്ത് കിടന്ന് മുങ്ങാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ കാട്ടിലൊന്നും നോക്കിയിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. കാരണം ഇന്നലെ ഉറങ്ങിയില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്, നീതിച്ചതോ അല്ലാത്തതോ വെറുതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് എല്ലാം ഇങ്ങനെ പോരുക. അപ്പോൾ ഞാൻ വെറുതെ പിടിച്ചുതരാം. കൈപ്പോൾ തരണം. ഞാൻ നല്ലൊരു പിക്ചെടുക്കാം. ഇതാണ് ഉറക്കുകയെന്നാണ് സാധനം. അതിൻ്റെ വേസ്റ്റ് ഇതിൽ നമുക്കിതാ ഇങ്ങനെ അറിയില്ല. ധൈര്യം ആയിട്ട് കണ്ടോ. അയ്യോ കുടിക്കേ. അപ്പൊ ഇതാണെങ്കിൽ രമേശ് മുങ്ങോട്ടോ, ചേട്ടായി മുങ്ങോട്ടോ. ഇങ്ങനെ മുട്ടിന് അത്ര വെള്ളമേ ഉള്ളൂ, പക്ഷെ മുങ്ങിയ തലേൻ്റെ മേത്തിൽ എത്തുന്നുണ്ട്. വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ഇട്ടിച്ച് പോയതാ. അരമണിക്കൂറൊന്നും ഉണ്ടല്ലോ, 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ ആള് വന്നിട്ടിച്ച് പോയിട്ട്. നോക്കിയാൽ പൂമ്പാറ്റ വട്ടം കൂടിക്കലോ, നല്ല രസം കേട്ടോ. ഫ്രഷ് സാധനം.